Focus. Presented by West London, Rockies Academic Zone, Alhambra, Russell Khema. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം makeover. Gulf Brothers Hair Fixing. Wipe your baldness forever. നിങ്ങൾ പരിശ്രമിക്കുന്നു എന്നതിന്റെ അടയാളം മാത്രമാണ് നിങ്ങളുടെ പരാജയം. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു വിദ്യാർത്ഥിയുടെ പ്രോഗ്രസ്സിനെ അസസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ ഹൗ ദ പ്രോസസ് ഓഫ് ദ പ്രോഗ്രസ് ടു ബി അസസ്ഡ്? നമ്മൾ ഈ ഓടി വന്നിട്ട് ഹൈ ജമ്പ് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ഓടാതെ വന്നിട്ട് ഹൈ ജമ്പ് എടുത്താൽ മിക്കവാറും ഒരു 5.5 അടി പൊക്കത്തിൽ ബാർ വെച്ചിട്ട് ചാടാൻ പറഞ്ഞാൽ ഓടി വന്ന് ചാടുമ്പോൾ 5.5 അടി പൊക്കത്തില്ല, കാരണം ഓടിയില്ല. അതുകൊണ്ട് കുട്ടി അവിടെ വീഴും. അപ്പോൾ കുട്ടിക്ക് എന്ത് തോന്നും? ഞാൻ ഓടി വന്നാൽ എനിക്ക് ഈ ഹൈറ്റ് എത്തുന്നു വിചാരിക്കും. അങ്ങനെ അവൻ ഓടി വരും. അവന് മാർക്ക് ചെയ്യേണ്ട, താനെ നീ ഒരു ദൂരം കണ്ടുപിടിച്ച് ഓടടേ എന്ന് പറഞ്ഞാൽ അവൻ ഒരു മനസ്സിലൊരു ദൂരം കണ്ടുപിടിച്ചോളും. ഒന്നും നിയമങ്ങൾ വഴി ആയിപ്പോരുത്. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിയമങ്ങൾ സൃഷ്ടിക്കലാണ്. നിയമങ്ങളൊക്കെ വേണം, അതിൻ്റെ ഏറ്റവും അടിയിൽ കിടന്നോട്ടെ. പക്ഷേ നിയമങ്ങളിലൂടെ ഒരു കുട്ടിയും ഒന്നും ചെയ്യരുത്. അപ്പോൾ അവൻ ദൂരം കൂട്ടിക്കൂട്ടി ഓടുമ്പോൾ അവനറിയാം, ഇന്ന ദൂരത്തുനിന്ന് ഓടി വന്നാൽ എൻ്റെ ഓട്ടം നന്നായിരിക്കും, എനിക്ക് ശക്തി കിട്ടും, ഞാൻ 5 അടി പൊങ്ങും. ആ ഓടി വരുന്നതിനെയാണ് ലേണിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അറ്റൈൻമെൻറ്റോ ആയില്ല. അവസാനം കറക്റ്റ് ഓട്ടവും കറക്റ്റ് ഫോക്കസും കറക്റ്റ് എക്സ്പീരിയൻസും ആയി കഴിയുമ്പം അവൻ ഓടി വരുന്നു, കുതിക്കേണ്ടിടത്തു നിന്ന് കുതിക്കുന്നു, ദേ ക്രോസ് ബാർ കാടി എന്നങ്ങ് പോയി. അപ്പോൾ 5 അടി അറ്റൈൻ ചെയ്തു. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? 6 അടിയാക്കും. അവൻ 6 അടിക്ക് ഓടാൻ തുടങ്ങും. അതിനൊരു ദൂരം അവൻ തന്നെ മെഷർ ചെയ്യും. അവൻ തന്നെ ഓടി വന്ന് എങ്ങനെ കുതിക്കണം, ഏത് രീതിയിൽ കുതിക്കണം എന്നവൻ പഠിച്ച് 6 അടി കിടക്കുമ്പോൾ അവൻ 6 അടി അറ്റൈൻ ചെയ്യും. ഇതാണ് ലേണിംഗ് പ്രോഗ്രസ്. ലേണിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു അറ്റൈൻമെൻറ്റിലേക്കുള്ള വരവ്. കടന്നു കഴിയുമ്പോൾ അറ്റൈൻമെൻറ്റ്. ഇത് രണ്ടുമാണ് ഏത് പരീക്ഷാ സമ്പ്രദായങ്ങളിലും ഒരു കുട്ടിയെ അളക്കാൻ പോകുന്നത്. പ്രോഗ്രസ് എങ്ങനെയാണ്, അറ്റൈൻമെൻറ്റ് എങ്ങനെയാണ്. ഇനി ഈ പ്രോഗ്രസ്സിനെയും അറ്റൈൻമെൻറ്റിനെയും കൂടെ നമ്മൾ ഒന്നിച്ച് ചേർത്താൽ അതാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരേ ഒരു ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. ഇതാര് ചെയ്യണം? ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഇതാര് ചെയ്യണം? ഒരു അധ്യാപകൻ പോയിട്ട് ഇവിടെ നിന്ന് ഓടറാ, ഇവിടെ നിന്ന് കുതിക്കടാ, ചാടറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പറയുന്നിടത്തു നിന്ന് ഓടും. എത്തേണ്ട സ്പീഡ് അവനെ അറിയത്തുള്ളൂ. അധ്യാപകൻ പറയുന്ന സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. അവൻ നോക്കി വരുന്നത് എവിടെ നിന്ന് കുതിക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് കുതിക്കാൻ വരും. എവിടെ നിന്ന് കുതിച്ചാൽ അവൻ്റെ മനസ്സ് അനുവദിക്കുന്ന രീതിയിൽ കുതിക്കണം. അവസാനം കുതിപ്പ് കറക്റ്റാവും, ജമ്പിങ് കറക്റ്റാവില്ല. അതാണ് വിദ്യാഭ്യാസത്തിലെ അസസ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പരീക്ഷ ആർക്ക് വേണ്ടി? അസസ്മെൻ്റ് ആർക്ക് വേണ്ടി? കുട്ടിക്ക് വേണ്ടിയാ? അതേ അധ്യാപകന് വേണ്ടിയാ? കുട്ടിക്ക് വേണ്ടി ഒരു അസസ്മെൻ്റ് ഇട്ടാൽ അവനിതൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഒരു പരീക്ഷയിലൂടെ കുട്ടിയുടെ പഠനം അളക്കാൻ പോയാൽ അവൻ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും. പരീക്ഷ കഴിയുമ്പോൾ പഠിച്ചതെല്ലാം മറക്കും. അവനും പ്രയോജനമില്ല, വിദ്യാലയത്തിനും പ്രയോജനമില്ല, അധ്യാപകനും പ്രയോജനമില്ല. പരീക്ഷ അധ്യാപകന് വേണ്ടിയാണ്.
എന്തിനാ അധ്യാപകൻ പരീക്ഷ ഇടുന്നത്? എൻ്റെ കുട്ടി എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി, ഇനി ഏത് രീതിയിൽ ഞാൻ ഈ ഓട്ടം അവനെ താനേ ചെയ്യിപ്പിക്കുമോ ആ രീതിയിൽ അവൻ അച്ചീവ് ചെയ്യുമെന്ന് അധ്യാപകന് മനസ്സിലാക്കണം. എന്നിട്ട് അവന് ഓടാനുള്ള അവസരം, ഓടേണ്ട രീതി എല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതേ നടക്കത്തുള്ളൂ. അല്ലാതെ പരീക്ഷയിട്ടൊരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുതിരല്ല്. ഇവന് ഉദ്യോഗത്തിന് പോലും അതിന് മുതിരല്ല്. എൻ്റെ മുമ്പേ ഒരുപാട് പേര് ശരാശരി ഒരു ദിവസം ശരാശരി 2-3 പേര് ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്. സായിപ്പുണ്ട്, മദാമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ ആരോടും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും എനിക്കെന്ത് വേണമെന്ന് ചോദിക്കാറില്ല. അത് പരീക്ഷയ്ക്ക് ഈ പരീക്ഷ നടത്തുന്ന മാതിരിയാണ്. ഒരു വലിയൊരു പ്രിൻസിപ്പൽ ചിലപ്പോൾ ഒരു അമേരിക്കക്കാരനോ ബ്രിട്ടീഷുകാരനോ ഒക്കെ ആയിരിക്കും. അവൻ വന്നിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ സ്കൂളിൽ പ്രിൻസിപ്പലാവാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ ഇത് അച്ചീവ് ചെയ്യുമോ, അത് അച്ചീവ് ചെയ്യുമോ, ഡെപ്പോസിറ്റ് അച്ചീവ് ചെയ്യുമോ, കുട്ടികളുടെ റവന്യൂ അച്ചീവ് ചെയ്യുമോ, അഡ്മിഷൻ അച്ചീവ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാമെന്ന് പറയും. അവസാനം അവിടെ കൊണ്ടിരുത്തുമ്പോഴോ ഒന്നും അച്ചീവ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ പ്രിൻസിപ്പളാവാൻ വന്നിരിക്കുന്ന ഈ വിദേശ രാജ്യക്കാരനെ എന്നെക്കാളും നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഇയാളെ ഞാൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, അയാൾ ഇത്രയും നാൾ വന്ന വഴിയിൽ അയാളുടെ ഹൃദയസ്പർശിയായിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയും. അപ്പോൾ അയാൾ ഏതെങ്കിലും അയാളുടെ ഒരു ഇൻവോൾവ്മെൻറ്റിൽ വിജയിച്ചൊരു കാര്യം പറയിപ്പിക്കും. അയാൾ പറയുമ്പോൾ അയാളെ വാച്ച് ചെയ്യണം. അയാളുടെ ഹൃദയം അതിനകത്തുണ്ടെങ്കിൽ പറയുന്ന ഓരോ വാക്കിലും അയാൾ തുടിക്കുന്നുവെങ്കിൽ ഇത് അയാൾ ചെയ്തതാണെന്ന് മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ ചുമ്മാ കള്ളക്കഥ പറയുകയാണെന്ന് മനസ്സിലാക്കാം. അയാളുടെ പറയുന്ന രീതിയിൽ നിന്നും കൂടുതൽ ചോദ്യം ചോദിച്ചാൽ അയാൾ ഭയങ്കര ആകൃഷ്ടനായിട്ട് അങ്ങോട്ട് വർത്താനം പറയും. അതിൽ നിന്നും ഗ്രഹിക്കാം ആ ചെയ്ത കാര്യം നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന്. അല്ലെങ്കിൽ അതുമാതിരിയുള്ള കാര്യം വന്നാൽ ഇയാൾ ചെയ്യുമോ? ഒരാളുടെ ഹൃദയം അളക്കലാണ് വഴി. ഒരാളുടെ നൈസർഗിക താല്പര്യങ്ങൾ അറിയുകയാണ് വഴി. അത് അയാൾ ചെയ്ത വീരകൃത്യങ്ങൾ കൊണ്ട് പറയുകയാണ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു അധ്യാപകൻ പരീക്ഷ ഇടുന്നത് ദൈവത്തെ ഓർത്ത് കുട്ടിക്ക് മാർക്ക് കൊടുക്കാനല്ല, ഈ കുട്ടിക്ക് ഇനി എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നറിയാനാണ്. അപ്പോൾ പിന്നെ കുട്ടിയെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയ ചോദ്യം വരും. ആദ്യം ഒരു സ്ഥാപനത്തിന് കുട്ടിയോട് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കൂ. എന്ത് കേട്ടാലും ചോദ്യം ചെയ്യണം. എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ചോദ്യത്തിന് വേണ്ടിയിട്ടല്ല, അവൻ മനസ്സിൽ ഗ്രസിച്ചതിൽ, അവൻ മനസ്സിലുണ്ടാക്കിയ വികാരങ്ങളിൽ നിന്നൊരു ചിത്രം മനസ്സിലുണ്ടാകും. നമുക്കെല്ലാം ഉണ്ടാകുന്നുണ്ട്, നമ്മളറിയാത്തതാണ്. നമ്മൾ കേൾക്കുന്നതും കാണുന്നതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലൊരു ചിത്രം വരുന്നുണ്ട് നമ്മുടെ വികാരങ്ങൾക്കൊപ്പം. ആ ചിത്രങ്ങളിൽ അറിയാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ചോദിക്കുക. ഇതെന്താ ഇങ്ങനെ വന്ന്, അതെന്താ ഇങ്ങനെ വന്ന്? ആ ചോദ്യങ്ങൾ അധ്യാപകനല്ല, കുട്ടിയാണ് ചോദിക്കാനുള്ളത്. എപ്പോൾ കുട്ടികൾക്ക് ചോദ്യം ചെയ്യാനുള്ള ശക്തി ആർജിക്കുന്നു, അവൻ്റെ മനസ്സിലെ ചിത്രം വ്യക്തമായി വരും. എന്നിട്ട് ഒരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അവൻ തന്നെയാണ്. ഇന്നലെ എൻ്റെ ചിത്രം എത്ര വ്യക്തമായി, ഇന്ന് എനിക്ക് എത്ര കൂടി വ്യക്തമാകാനുണ്ട്. ഇനി എന്തൊക്കെ ചെയ്താൽ എനിക്കിതിനെ കൂടുതൽ വ്യക്തമാക്കാൻ കഴിയും. അതിലൊരു അധ്യാപകൻ എപ്പോഴും ടീച്ചേഴ്സ് ആർ നോട്ട് ഗോയിങ് ടു ടീച്ച്, ടീച്ചേഴ്സ് ആർ ഗോയിങ് ടു ഗൈഡ്. ആൻഡ് എ ടീച്ചർ ഷുഡ് ഗോ ഓൾവേസ് വിത്ത് എ മൈൻഡ് that my child will know better than me. എനിക്കൊപ്പം അവൻ അറിയണം, എനിക്ക് താഴെ അറിയണം എന്നല്ല ടീച്ചറുടെ മനസ്സിൽ പോകാനുള്ളത്. എന്നേക്കാൾ അറിയണം. അതാരറിയും? അവൻ തന്നെ അറിയും. എങ്ങനെ അറിയും? അവൻ്റെ മനസ്സിൽ അവനെ അനുഭവിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കി. ഇതിനെ പറയുന്നുണ്ട് എൻഗേജ്, then explore, express, evaluate by himself. ആ ഒരു വഴിയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അതിനകത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് വരും, ക്രിയേറ്റിവിറ്റി വരും. ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റിവിറ്റിയും എന്നൊക്കെ പറയുന്നത് അവൻ്റെ മനസ്സിലെ പിക്ചർ കൂടുതൽ വ്യക്തതയിൽ വരാനാണ്. അവൻ തന്നെ അളന്നിട്ട് പറയും, യെസ് സാർ എനിക്ക് 100% അറിയാം, എങ്ങനെ വേണമെങ്കിലും ഞാൻ പറയാം, ഏത് സാഹചര്യത്തിലും ഞാൻ പറയാം സാർ എന്ന് പറയും.
ആ രീതിയിലാണ് ഒരു കുട്ടി പഠിച്ചു പോകുന്നതെങ്കിൽ ആദ്യം ഒരു ഭയം വരും, ഇവൻ എവിടെയെങ്കിലും എത്തുമോ എന്ന്. അവനെ എത്തുള്ളൂ, എത്തേണ്ടടുത്ത് അവനെ എത്തുള്ളൂ. പക്ഷേ ക്ലാസ്സിൽ പരീക്ഷ പഠിച്ചു പോകുന്ന കുട്ടി എത്തുമായിരിക്കാം, പക്ഷേ എത്തുന്നതിന് പരിമിതികളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിൽക്കാലങ്ങളിൽ അനുഭവം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ പൂരീകരണം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, ഇവാലുവേഷൻ കൂട്ടി നടത്താനുള്ളതാണ്. ഇവാലുവേഷൻ കുട്ടികൾ തങ്ങളിൽ ചേർന്ന് നടത്താനുള്ളതാണ്. ഒരിക്കലും അവർ തങ്ങളിൽ കമ്പയർ ചെയ്യാനില്ല, ഒരിക്കലും അവർ തങ്ങളിൽ മത്സരത്തിനല്ല. അവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ തമാശ, അതിൻ്റെ പഠനം, അതിൻ്റെ പൂർത്തീകരണം നടക്കുക. ധൈര്യമായിട്ട് ഏത് സ്കൂളിൽ ഇത് ചെയ്യാൻ കഴിയുമോ ഉറപ്പായിട്ടും നല്ല കുട്ടികളെ, നല്ല മുതിർന്ന കുട്ടികളെ, വിഷനും കാഴ്ചപ്പാടുള്ള കുട്ടികളെ, ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യണമെന്ന് ഹൃദയം കൊണ്ട് താല്പര്യപ്പെടുന്ന കുട്ടികളെ, വിഷനും സോളും ഒന്നായിട്ടുള്ള കുട്ടികളെ ആ സ്കൂളിന്, സമൂഹത്തിന് തിരികെ നൽകാൻ കഴിയും. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ദിസ് ഇസ് സ്റ്റെഫി സൈനിങ് ഓഫ് ഫ്രം അഥീന എഡ്യൂക്കേഷൻസ്. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. Gulf Brothers Hair Fixing. Wipe your baldness forever. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ. ഹൈ ടീ, ഫൈൻ ക്വാളിറ്റി. Al Aftar Medical Center, Sharjah, one of the best multi-specialty medical and dental center in Sharjah. Our dental specialties include orthodontist, implantologist, periodontist and endodontist. Al Aftar Medical Center, opposite Emirates, NBD Main Branch, King Abdulaziz Road, Sharjah. Contact 0655 05007 05017411154. നിൽക്കുന്നു നമ്മുടെ കല്യാണച്ചക്കൻ സിംപ്ലകുമാരൻ അടിമുടി മാറി കണ്ടവർഞ്ഞെട്ടി കിടിലൻ മേക്ക് ഓവർ. എങ്ങനെയുണ്ട് എന്റെ മേക്ക് ഓവർ? ചെക്കനെ കണ്ടു, അമ്മാവൻ ചൊല്ലി ചെക്കൻ സൂപ്പർ. വീടൊന്ന് കണ്ടു, പായലും പൂപ്പലും അമ്മാവൻ ചൊല്ലി. നിനക്ക് മാത്രമല്ല ഈ വീടിനും വേണം ഒരു മേക്ക് ഓവർ. സാബു ഓക്കെ ഗൈസ്, റെഡി ഫോർ ദ മേക്ക് ഓവർ. സാബുവും കൂട്ടരും പണി തുടങ്ങി. പായൽ പറഞ്ഞു ടാറ്റാ, വീടിന്റെ മേക്ക് ഓവർ പൊട്ടിച്ചു. പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. പായൽ പറഞ്ഞു ടാറ്റാ, പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. മേക്ക് ഓവർ പെയിന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സാറേ, ഇത് ഞങ്ങൾ പെയിന്റർമാരുടെ ഉറപ്പാ. മേക്ക് ഓവർ പെയിന്റ്സ് ഇനി വീടിനുമാകാം മേക്ക് ഓവർ. അമ്മാവോ ഇപ്പൊ വീടും മേക്ക് ഓവറായി. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളുടെ സ്വന്തം ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. മുടി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷാജിക്കയാണ്, നമ്മുടെ ഗൾഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഹെയർ ഒക്കെ ചെയ്തിരുന്നത്. പല സിനിമകൾക്കും, എനിക്കിന്ന് ലാലേട്ടൻ മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള കലാകാരൻ ഇങ്ങനെ ഒരു ഹെയർ വേണമെന്ന്, പുതിയൊരു പടത്തിന് വേണ്ടി ഒരു ഹെയർ വേണമെന്ന് പറയുമ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? എറണാകുളം ഓഫീസിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോവാണ്, നമുക്ക് കാണാം. ഓക്കെ. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ഫിഗറിൽ നിന്ന് മാറിയില്ലേ? നമ്മുടെ ഗൾഫ് ബ്രദേഴ്സിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ UAE-യിലുണ്ട്, പിന്നെന്താ സൗദിയിലുണ്ട്, പിന്നെ നമ്മുടെ അമേരിക്കയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി ചെല്ലാം. ഗൾഫ് ബ്രദേഴ്സ്. Gulf Brothers Hair Fixing. Wipe your baldness forever. Hello and welcome to another segment with Aras Medical Devices Exclusive. Today we will learn in more detail about medical gas outlets used in pipelines and regulators. Medical gas system is we cannot provide directly from the machine or from the air. Medical gas we have to make a very control. We have to control the medical gas system.
through the from the cylinder or from liquid oxygen or from the any other sources. It has to be regulated to 4 bar. Then we can give it to the through the outlet. We have to give to the patient. This setup is actually provided is very completely comfortable to the patient. Also the usage with the staff, those who are working in the ICU, CCU, recovery and resuscitation. This setup is actually very nice setup which is to be used for the resuscitation, mainly that whenever there is an emergency situation comes or in the ICU, CCU recovery area, when you are coming from the critical, a patient can admit it to this hospital or in the area where we are dedicated for the CCU setup. A coronary care unit or an intensive care unit or a resuscitation. During this resuscitation or in the critical care unit, you have more oxygen to be used to keep the patient alive. Therefore, we had to make a central gas system what is provided in this area. You go through the pipeline, they control the regulators, then going through the pipeline, then there is a zone storage unit which is also it you can see from here. Also then all the lines are going through the either through the wall or in the ceiling coming down to the patient rooms. You can see that starting from the oxygen, then you got an air, medical air, then you got a vacuum. All are given as a double or a triple system we have provided here. When you look at this one, oxygen you got a double system. Then again in air also you got a double system. Addition to that, all the whenever you need some requirement in the resuscitation area, we have provided all the gas. But when you go to the ceiling side, also you need to provide the similar system, but it's pendant. That we already showed that last time. We showed that all that system. But this is the one perfect system which we are using for the patient here in this CCU area. Also, when we are using this gas system, definitely the gas system too reduced coming through the outlet. Then again we are providing regulators, also we are providing a flow meters to what is the requirement for the patient, especially for the coronavirus patient. We are using almost starting from 15 liter to 60 liter or 80 liter is the maximum we are providing. That's why we set up the system in such a way, because whenever you are giving a high flow, the pressure also will increase or decrease. So you have to increase the pressure to suit to the patient. Therefore, all the system is actually completely connected and controlled. Therefore, very easy to use. It is totally comfortable. There is no problem, and also it is connected to the ventilators. Also connected to the all the equipments. Is already we are connected from the color coded hoses to be connected to the machine. That is for the ICU setup. Whatever we have seen here, totally an ICU setup. Also the same coronary care unit. Also we have made this one for the resuscitation. That's for the system we are providing complete medical gas, safe to use for the to the patient, convenient to for the people who are giving a caregiver, also the doctors, nurses, those who are working in the hospital. It is very convenient. That's what IRS is providing. We have almost 46 years having a same service we are providing to the each and every hospital in the Middle East, Africa and the Indian continent. Thank you very much for the time. We are from Aras. We say thank you. That brings us to the end of this segment of Aras Medical Devices Exclusive. Until we meet next time, this is your host Ansi Harshal signing off. Take care. Bye-bye. Anantapuri Hotels and Restaurants, Muscat, Oman. A feast of flavors, a treat to your soul. Anantapuri Hotels and Restaurants, Muscat, Oman.
Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-424457. Gulf Brothers Hair Fixing. Wipe your baldness forever. നമ്മുടെ കല്യാണച്ചക്കൻ സിംഹകുമാരൻ അടിമുടി മാറി കണ്ടവർ ഞെട്ടി കിടിലൻ മേക്ക് ഓവർ. എങ്ങനെയുണ്ട് എന്റെ മേക്ക് ഓവർ? ചെക്കനെ കണ്ടു അമ്മാവൻ ചൊല്ലി ചെക്കൻ സൂപ്പർ. വീടൊന്ന് കണ്ടു പായലും പൂപ്പലും അമ്മാവൻ ചൊല്ലി. നിനക്ക് മാത്രമല്ല ഈ വീടിനും വേണം ഒരു മേക്ക് ഓവർ. സാബു ഓക്കെ ഗൈസ് റെഡി ഫോർ ദ മേക്ക് ഓവർ. സാബുവും കൂട്ടരും പണി തുടങ്ങി. പായൽ പറഞ്ഞു ടാറ്റ, വീടിന്റെ മേക്ക് ഓവർ പൊട്ടിച്ചു. പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. പായൽ പറഞ്ഞു ടാറ്റ, പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. മേക്ക് ഓവർ പെയിന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സാറേ. ഇത് ഞങ്ങൾ പെയിന്റർമാരുടെ ഉറപ്പാ. മേക്ക് ഓവർ പെയിന്റ്സ് ഇനി വീടിനുമാകാം മേക്ക് ഓവർ. അമ്മാവോ ഇപ്പൊ വീടും മേക്ക് ഓവറായി. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Al Aftar Medical Center, Sharjah. One of the best multi-specialty medical and dental center in Sharjah. Our dental specialties include orthodontist, implantologist, periodontist and endodontist. Al Aftar Medical Center, opposite Emirates, NBD main branch, King Abdulaziz Road, Sharjah. Contact 0655 050 1741154. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളുടെ സ്വന്തം ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. മുടി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷാജിക്കയാണ്, നമ്മുടെ ഗൾഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഹെയർ ഒക്കെ ചെയ്തിരുന്നത്. പല സിനിമകൾക്കും എനിക്കിന്ന് ലാലേട്ടൻ മുതൽ അങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള കലാകാരൻ അങ്ങനെ ഹെയർ വേണമെന്ന്, പുതിയൊരു പടത്തിന് വേണ്ടി ഒരു ഹെയർ വേണമെന്ന് പറയുമ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? എറണാകുളം ഓഫീസിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോവാണ്, നമുക്ക് കാണാം. ഓക്കെ. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ഫിഗറിൽ നിന്ന് മാറിയില്ലേ? നമ്മുടെ ഗൾഫ് ബ്രദേഴ്സിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ UAE-യിലുണ്ട്, പിന്നെന്താ സൗദിയിലുണ്ട്, പിന്നെ നമ്മുടെ അമേരിക്കയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി ചെല്ലാം. ഗൾഫ് ബ്രദേഴ്സ്. Gulf Brothers Hair Fixing. Wipe your baldness forever. നമസ്കാരം. സ്മൈൽ ഡെന്റൽ ക്ലിനിക് മസ്കറ്റ് ഹെൽത്തി ലിവിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരാറുണ്ട്. ഈ അസുഖങ്ങൾ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഹെൽത്തി ലിവിങ്സ് പറയുന്നത്. ഇതിനൊക്കെ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഒരുപാടുണ്ട്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡോക്ടർ നമുക്ക് പറഞ്ഞു തരികയാണ്. ഡോക്ടർ മുരളി. നമസ്കാരം. ഞാൻ ഡോക്ടർ മുരളീകൃഷ്ണൻ, കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലും സഞ്ജീവനി ചങ്ങനാശ്ശേരിയിലും ആയി പെയിൻ ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് മെഷർമെൻറ്റിനെ പറ്റിയാണ്. ഷുഗർ രോഗികളുടെ, ഡയബറ്റിക് പേഷ്യൻസിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് രീതിയാണ് ഹോം ബ്ലഡ് ഷുഗർ മെഷർമെൻറ്റ്. എങ്ങനെ വീട്ടിൽ വെച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് മെഷർ ചെയ്യാം. നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞ ഉപകരണത്തെക്കുറിച്ച് അറിയാമായിരിക്കും. ഏകദേശം 5-10 സെക്കൻഡുകൾക്കുള്ളിൽ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ഒരു വാല്യൂ നമുക്ക് കാണിച്ചു തരുന്ന ഉപകരണം. 2 രൂപത്തിൽ ഉള്ള ഗ്ലൂക്കോമീറ്ററുകളുണ്ട്. അതിൻ്റെ പ്രവർത്തന രീതി 2 തരത്തിലാണ്. ഒന്ന് ഗ്ലൈക്കോലൈറ്റിക് ഇലക്ട്രോലൈസിസ് മെത്തേഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകളും, രണ്ടാമത് കളറിമെട്രിക് മെത്തേഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകളും. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് സാധാരണ ഈസിയായിട്ട് കിട്ടുന്ന താരതമ്യേന വില കുറഞ്ഞ ഒരു ഗ്ലൂക്കോമീറ്ററാണ്. ഇത് പ്രവർത്തിക്കുന്നത്
ഇലക്ട്രോലൈസിസ് ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെയാണ്. ഈ ഒരു മോഡലിൻ്റെ കൂട്ടത്തിൽ ഇതൊരു കിറ്റായിട്ടാണ് വരുന്നത്. ഒരു 10 സ്ട്രിപ്പിൻ്റെ ഒരു ബോട്ടിലുണ്ടാവും. അതിൽ ഈ രൂപത്തിലുള്ള സ്ട്രിപ്പുകളാണ് ഉള്ളത്. ഇതുപയോഗിച്ചാണ് നമ്മൾ ഷുഗർ മെഷർമെൻറ്റ് നടത്തുന്നത്. അതിനുശേഷം ഇതുപോലുള്ള ഒരു ലാൻസെറ്റ് ഉണ്ടാവും. ആ ലാൻസെറ്റിന് തുറന്നു കഴിയുമ്പോൾ നീഡിൽസ് ഉണ്ട്. ആ നീഡിൽസ് മാറ്റാവുന്നതാണ്, പുതിയത് മേടിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് റെഗുലർ ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ശരിക്കും ഐഡിയലായി ഓരോ പ്രാവശ്യവും ഒരു പുതിയ നീഡിൽ ഉപയോഗിക്കേണ്ടതാണ്. എത്രമാത്രം ലാൻസിനേറ്റ് ചെയ്യണം എന്നുള്ളതിന് ഒരു മീറ്ററുമുണ്ട്. എത്രമാത്രം നമുക്ക് ഡെപ്തിൽ ഇത് കിഴിക്കണം, തൊലിയെ പിയേഴ്സ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടി. അത് കഴിഞ്ഞ് ഇത് പുറകിലേക്ക് വലിച്ചു വെച്ചതിന് ശേഷം ഈ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ലാൻസിനേഷൻ നടക്കും. തൊലിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ സ്വിച്ച് ഞെക്കിയാൽ മതിയാവും. വിരൽ തുമ്പിലാണ് അത് ചേർത്ത് വെക്കേണ്ടത്, ഇതുപോലെ. അതിനുശേഷം ബ്ലഡ് എടുക്കുന്നതിന് തൊട്ട് മുമ്പായി ഈ സ്ട്രിപ്പ് ഇതിനുള്ളിലേക്ക് ഈ മാർക്ക് നോക്കി കടത്തി വെക്കുക. മെഷീൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ലാസ്റ്റ് റെക്കോർഡഡ് വാല്യൂ കാണിക്കും. പിന്നെ രക്തം ഈ പോയിന്റിലേക്ക്, ഈ തുമ്പിലേക്ക് വെക്കുവാൻ വേണ്ടി ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. ലാൻസിനേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു തുള്ളി രക്തം ഇതുപോലെ ടച്ച് ചെയ്ത് ഇതിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുക. പുറമേ വെക്കുകയല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുക. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എത്രയാണോ ബ്ലഡ് ഷുഗർ ആ വാല്യൂ കാണിക്കും. ഈ വാല്യൂ സാധാരണ സിറിഞ്ച് ഉപയോഗിച്ചെടുക്കുന്ന ബ്ലഡ് ഷുഗർ മെഷർമെൻറ്റിനേക്കാൾ അല്പം 10% തൊട്ട് 20% വരെ കൂടിയേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും ഇത് പെരിഫറൽ പ്ലാസ്മയാണ് ഫിംഗർ ടിപ്പിലൂടെ പുറത്തു വരുന്നത്, ഒരു വീനസ് ബ്ലഡ് അല്ല. കാപ്പിലറിയിൽ നിന്നുള്ള പ്ലാസ്മയും ബ്ലഡിൻ്റെ ഘടകങ്ങളുമാണ് വരുന്നത്. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് വെറും വയറ്റിൽ രാവിലെ എടുക്കുന്ന ബ്ലഡ് ഷുഗർ വാല്യൂ 80 തൊട്ട് 110 വരെയാണ് നോർമൽ വാല്യൂ. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ 100 മുതൽ 160 താഴെ വരെ, ചില ലാബുകൾ അനുസരിച്ചാണ് 180 താഴെ വരെ ആകാം, പക്ഷേ 160 താഴെ വരെ ഉള്ള ബ്ലഡ് ഷുഗർ വാല്യൂ, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ വാല്യൂ നോർമലാണ്. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ വൈദ്യസഹായം അഭ്യർത്ഥിക്കുന്നത് ആണ് അഭികാമ്യം. പിന്നെ ഡോക്ടർമാർ നോക്കാറുള്ള ഒരു ടെസ്റ്റാണ് HbA1c, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ലെവൽ. എന്തിനാണ് ഈ വാല്യൂ നോക്കുന്നത്? കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങളുടെ രക്തത്തിൽ ഉള്ള ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ഒരു ആവറേജ് ഇൻഡിക്കേറ്ററാണ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റിന് കൂടി കിട്ടുന്ന വാല്യൂ. അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലാത്ത സാധാരണ ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 5 തൊട്ട് 6 വരെയാണ്. 6 തൊട്ട് 7 വരെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല കൺട്രോളാണ്. 7 തൊട്ട് 8 വരെ അത്ര നല്ല കൺട്രോളില്ല. 8ന് മേളിലോട്ട് നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത്. ഇതാണ് ഏകദേശം ബ്ലഡ് ഷുഗർ മെഷർമെൻറ്റിനെ പറ്റി പറയാനുള്ള, വീട്ടിലെ ബ്ലഡ് ഷുഗർ മോണിറ്ററിങ്ങിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസിന്റെ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രശ്മി ഗോപകുമാർ സൈനിങ് ഓഫ്. ഫോക്കസ് presented by West London, Rockies Academic Zone, Alhambra, Russell Khema. and powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aras Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aras Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം മേക്ക് ഓവർ. Gulf Brothers Hair Fixing. Wipe your baldness forever.